മച്ചന്മാരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് കാണുന്നത്. നമ്മൾ ഇങ്ങനത്തെ വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യാറില്ല. ആക്ച്വലി ഞാനിങ്ങനെ യൂട്യൂബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പരനാറ് തെണ്ടി ചേറ്റ നായിൻ്റെ മോൻ, ഈ നായിൻ്റെ മോൻ്റെ പ്രസ്താവന കേട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്നുവെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ആ വീഡിയോ ഞാൻ കണ്ടതേ ഉള്ളൂ. ആക്ച്വലി അവൻ്റെ പേരെന്തൊരു സാത്താന ചെകുത്താന ഏത് പന്ന പൊലയാ മോനായിരുന്നാലും ഇവനൊക്കെ ബസ്സിൽ കയറിയിട്ടില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം മനസ്സിലായല്ലോ. മറ്റേ ദീപക് കേസാണ്. മറ്റേ ബസ്സിൽ വെച്ച് പ്രശ്നം ഉണ്ടായില്ലേ, ആ പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തു. ഒരു പെണ്ണ്, പുള്ളിക്കാരൻ്റെ പേര് പോലും ഞാൻ പറയുന്നില്ല, അവളെ പേര് പറയുന്നതിനെക്കാട്ടി നല്ല ജിംഷിദേ എന്ത് മയിരായിരുന്നാലും ഞാൻ ഈ പുള്ളിക്കാരൻ്റെ വീഡിയോ ഞാൻ കുറച്ച് മുമ്പാണ് കണ്ടത്. എന്ത് അപരാധിത്തരമാണ് ഇവൻ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. ഇവൻ അതിനകത്ത് ആക്ഷേപിക്കുകയാണ് നമ്മുടെ ഗവൺമെൻറ്റിനെ, പിന്നെ പോലീസുകാരെ, എല്ലാവരെയും ഒന്നടങ്കം ഇവൻ ആക്ഷേപിക്കുകയാണ്. പരനാർ ചെറ്റ ഇവനങ്ങ് വിഷമമാണ്. എന്തിൻ്റെ പേരിലാണ് ഇവനങ്ങ് വിഷമമാണ്. കാരണം ഇവൻ ഇതിനെതിരെ വീഡിയോ ചെയ്ത എല്ലാവരെയും ഒരേ കണക്കിവൻ ആക്ഷേപിക്കുകയാണ്. അവനങ്ങ് പ്രസ്താവിക്കുക അവൾ കുറ്റക്കാരി അല്ല. ആ വീഡിയോ നിങ്ങൾ കണ്ടോ? ഈ പരനാറി എന്തെങ്കിലും ബസ്സിൽ കയറിയിട്ടുണ്ടോ? ഒരു ബസ്സിൽ കുലുങ്ങാതെയൊക്കെ നിൽക്കാൻ പറ്റുമോടെ ഇത്? എന്ത് മയിരാണ് ഇവനൊക്കെ പറയുന്നത്. അടാ, നീ പറയുന്ന ഇതിനെതിരെ വീഡിയോ ചെയ്ത എല്ലാവരും മണ്ടന്മാരാണ്, പൊട്ടന്മാരാണ് എന്നൊക്കെയാണ് നീ പറയുന്നത്. എൻ്റെ ഇടയ്ക്ക് അശ്വൻ മാടമ്പള്ളിനെ കുറിച്ച് ഇവൻ പറഞ്ഞു. ഇവൻ എന്ത് വിവരമില്ലായ്മയാണ് പറയുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നീ മനസ്സിലാക്കിയോ, നീ ഒരു ബസ്സിൽ കയറിയിട്ടുണ്ടോ? ബസ്സിൽ കയറിയിട്ടുണ്ടോടാ നായയുടെ മോനെ? നീ ഒരു ബസ്സിൽ കയറിയിട്ടുണ്ടോ? എടാ, ബസ്സിലാകുമ്പോൾ ബസ് ആടും, അങ്ങോട്ടും ഇങ്ങോട്ടും കൈയൊക്കെ തട്ടും. നീ ജിംഷിദ വീഡിയോ എടുത്തതിനെക്കുറിച്ച് ജിംഷിദ അതിനകത്ത് കാണുന്നുണ്ടല്ലോ. ആ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത്. നീ വീഡിയോ കണ്ടോ? നീ എന്തൊക്കെ പ്രസ്താവനകളാണ് പറയുന്നത്? നീ നാക്കെന്ന് എല്ലില്ലെന്ന് പറഞ്ഞ് എന്ത് തന്തയില്ലാത്തരവും പറയാൻ ഉള്ള ഒരു റൈറ്റ്സ് നിനക്ക് കിട്ടിയിട്ടുണ്ടോ? എടാ, ആ വീഡിയോ കാണാൻ ഞാൻ എല്ലാവരും ചോറ് എന്നടാ തിന്നുന്നത്. എന്നിട്ട് പറയൂ, എല്ലാവരും റീച്ചിന് വേണ്ടിയാണ് ഇത് മൂഞ്ചുന്നത്, ഇതിനെക്കുറിച്ച് പറയുന്നത് റീച്ചിന് വേണ്ടിയാണ്. നീ പിന്നെ എന്തൊരു മൂഞ്ചാനാ നീ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്? നീയും ചാനലിലാണ് ഇത് പറയുന്നത്. നീ മനസ്സിലായിക്കോ. നീ റീച്ചിന് വേണ്ടിയാണ് ഇത് പറയുന്നത്. നീ അവിടെ പോയി അന്വേഷിച്ച് നീ തൊലിച്ചോ. ഗൈസ്, ഞാൻ ഇവിടെ ഈ വീഡിയോ കാണിക്കാം കേട്ടോ. ഞാൻ ഈ വീഡിയോ കാണിക്കാം. ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടോ. ഗൈസ്, അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോയിൽ എന്തോ കാണുന്നത്, അവനെങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുക. പിന്നെ ഈ ചെകുത്താനെന്ന് പറഞ്ഞവൻ പറയുന്നതെന്ന് വെച്ച് കൈ ഇടയിലിട്ട് കുത്തുന്നു. എന്ത് ഇടയിലിട്ട് കുത്തുന്നു? അവനങ്ങനെ നിൽക്കുക. പിന്നെ വണ്ടിയാകുമ്പോൾ, ബസ്സാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്തുവാ ഷെയ്ക്കാവൂലേ? അപ്പോൾ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തട്ടാം. അത് എപ്പോഴും അല്ല, അത് ഇങ്ങനെ ഇൻ കേസ് നമുക്ക് നടക്കാം. എന്തുകൊണ്ട് അവർ പ്രതികരിച്ചില്ല? ആദ്യം തട്ടിയെന്ന് പറഞ്ഞ പെണ്ണ് പ്രതികരിച്ചില്ല. അതുകൊണ്ടാണ് ഈ പുള്ളിക്കാരത്തി ഈ ജിംഷിദ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്തതെന്ന് ആണ് ഇവൻ പറയുന്നത്. എന്ത് മയിലാണ് ഇവൻ പറയുന്നത്? ഈ വീഡിയോ നീ നോക്കാം. എന്നിട്ട് രണ്ടാമത് ആ പുള്ളിക്കാരത്തി ഇങ്ങനെ വീഡിയോ കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അത് പക്ക ടാർഗറ്റ് ചെയ്ത് തട്ടാൻ വേണ്ടി. അവനെ അങ്ങോട്ട് ബസ് ആടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്കാകത്തില്ലേ? പക്ഷേ ഈ പുള്ളിക്കാരത്തി ക്യാമറയും കൊണ്ട് ഇങ്ങനെ തട്ടി പോവുക. എടാ, ഇതൊക്കെ ഒരു വീഡിയോ ലീക്കായി നമ്മളിത് കാണുന്നതല്ലേടാ. ഇത് കണ്ണുകൊണ്ട് കാണുന്നതല്ലേ. നീ ബസ്സിൽ കയറിയിട്ടുണ്ടോ? നീ എന്തൊക്കെ തെണ്ടിത്തരവാടാ പറയുന്നത്? നീ ആരെയൊക്കെ പോലീസുകാരെ കുറിച്ച് പറഞ്ഞ് അവരെക്കുറിച്ച് എല്ലാവരും തെറ്റാക്കി. ജിംഷിദ കുറ്റക്കാരി അല്ല. പക്ഷേ ദീപക് അവൻ ബുദ്ധിമോശമാണ് കാണിച്ചത്, അത് വേറെ കാര്യം. പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തത് വളരെ മോശം. പിന്നെ നീ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ അയ്യോ എടാ, എനിക്ക് പറയാൻ വാക്കുകളില്ല. നിൻ്റെ കൈക്കിട്ടിൻ്റെ ചെവുക്കനെ ഞാൻ അടിച്ച് പൊട്ടിക്കും.
ഇത് ഈ ചാനലിൽ നിങ്ങൾ കയറി നോക്കുന്നത്, ഞാൻ ഇതിനകത്തെ വീഡിയോകളൊന്നും ചെയ്യുന്ന ആളല്ല, പക്ഷെ നമ്മൾ കാണുമ്പോൾ പ്രതികരിച്ചു പോകും, അതല്ലേ വിഷയം. ഇവൻ പറയുന്നത്, ഇവൻ്റെ പ്രസ്താവനകൾ കേട്ട് കഴിഞ്ഞാൽ അയ്യോ, ഇവൻ പറയും എല്ലാം റീച്ചിന് വേണ്ടിയാണ് മൂഞ്ചുന്നത്. എന്ത് റീച്ചിന് വേണ്ടി മൂഞ്ചുന്നു? എന്ത് റീച്ചിന് വേണ്ടി? എല്ലാവരും ഇവിടെ ഇത് നീ ഇട്ടില്ലേ വീഡിയോ? നീ വീഡിയോ ഇട്ടില്ലേ? നീ ഇങ്ങനെ ഉണച്ചു വെച്ചോട്ട് ഡെയിലി 3-4 വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് പോകണില്ലേ ഇതിനെക്കുറിച്ച്? നീ അപ്പോൾ റീച്ചിന് വേണ്ടിയല്ലേ ഇട്ട്? അയ്യോ കഷ്ടം. പിന്നെ ചെകുത്താൻ്റെ അടുത്ത പ്രസ്താവന, ബാഗും കൊണ്ട് കയറുന്നവരെല്ലാവരും തട്ടൽ വീരന്മാരാണ്. അതിന് അവൻ വേറൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തോ ആയിപ്പോട്ടെ, ഈ പുള്ളിക്കാരൻ ബാഗും കൊണ്ട് കയറിയപ്പോൾ നിനക്ക് എവിടെ നൊന്തു? അവൻ പറയുക ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി ബാക്കിൽ തട്ടി. ഇവൻ എന്തോ തെണ്ടിത്തരം പറയുന്ന, ഈ ബാഗിൽ വെയിറ്റ് ഉണ്ടായിരുന്നു, ബാഗിനകത്ത് എന്താണെന്ന് അറിയണം. ഒരു ബാഗല്ലേടാ. ഇപ്പം ഞാനായിരുന്നാലും നമ്മൾ പോകുമ്പോൾ നമ്മുടെ ആവശ്യ സാധനങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ ബാഗിൽ വെച്ചാണ് കൊണ്ടുപോകണം, അല്ല ലോറി പിടിച്ച് തലയിൽ വെച്ച് കൊണ്ടുപോകും. ബാഗല്ലേ, ബാഗ് പൊക്കിയപ്പോൾ ചിലപ്പോൾ നമ്മൾ ബസ്സിലല്ലേ പോകുന്നത്, നമ്മൾ കൈ ഒന്ന് ബാക്കിലോട്ട് തട്ടാം, ബാക്കിലോട്ട് പോവാം, ഫ്രണ്ടിലോട്ട് പോവാം. ഈ പുള്ളിക്കാരൻ അത് ബസ് പോകുന്നതിനനുസരിച്ചായിരിക്കും. പുള്ളിക്കാരൻ പറയുന്ന ആരും അനങ്ങുന്നില്ല, ബസ് അനങ്ങുന്നില്ല. പക്ഷേ ദീപക് ഇങ്ങനെ ബാഗ് ഇങ്ങനെ പൊക്കി ഇങ്ങനെ കഷ്ടത്തിനോട് ചേർത്തെടുത്തിട്ട് കൈ ബാക്കിൽ തട്ടിച്ച്. ഇവർ എന്തോ അയ്യോ എടാ, പറയുന്നതിനൊക്കെ ഒരു ഇത് വേണം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇത് പറയുന്നതൊക്കെ കേൾക്കാൻ വേറെ ആൾക്കാരുണ്ട്, ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ശരിക്കും ഈ ചെകുത്താൻ എന്തോ ഇവന് വേദനയാണ്. ഇവന് എവിടെയാണ് വേദനയെന്ന് എനിക്കറിയാൻ പോയി. അവന് എവിടെയൊക്കെ വേദനകളുണ്ട്. ഇവൻ പറയും ഒരു തെളിവ് കിട്ടിയിട്ടില്ല, അത് കിട്ടിയിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ജിംഷിദ എന്തിനാണ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത്? അപ്ലോഡ് ചെയ്ത വീഡിയോ എന്തിനാണ് ഡിലീറ്റ് ചെയ്തത്? ഡിലീറ്റ് എന്തിനാണ് ചെയ്തത്? പുള്ളിക്കാരത്തിയുടെ ഭാഗത്ത് ഒരു പ്രശ്നവുമില്ല, റിയാലിറ്റിയാണ് പുള്ളിക്കാരത്തി ചെയ്തിരിക്കുന്നത്. അതിങ്ങനെ ഒരു സംഭവം വന്നുകൊണ്ട് പ്രതികരിച്ചു. പിന്നെ എന്തിനാണ് അവൾ ഡിലീറ്റ് ചെയ്തത്? നിനക്ക് അതിനൊന്നും പറയാനില്ലേ? എന്തിനാണ് ഡിലീറ്റ് ചെയ്തത്? ചെകുത്താനേടാ, ഒരു കാര്യം നമ്മൾ പ്രസ്താവന പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി വേണം പറയാൻ. വായി വരുന്ന എന്ത് ദണ്ഡിത്തരവും പറഞ്ഞിട്ട് പിന്നീട് അതല്ല ഇതല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് എന്തിനാണ് ഡിലീറ്റ് ചെയ്തത്? ഇപ്പോൾ ജിംഷിദ ഡിലീറ്റ് ചെയ്യാതെ ഇരിക്കട്ടെ, അവളത് ഡിലീറ്റ് ചെയ്തു. അത് എന്തെങ്കിലും വിഷയമായതുകൊണ്ടല്ലേ അത് ഡിലീറ്റ് ചെയ്യാതിരിക്കട്ടെ. അതുമല്ല, പോലീസ് അവളെ ഫോൺ പരിശോധിച്ചതിൽ കിട്ടിയ 7 വീഡിയോ ക്ലിപ്പുണ്ട്. ആ 7 വീഡിയോ ക്ലിപ്പും ജിംഷിദയ്ക്ക് എതിരാണ്. ഞാൻ ഇതിനകത്തെ വീഡിയോകളൊന്നും അങ്ങനെ കയറി നമ്മളൊന്നും ചെയ്യാത്ത, നമ്മൾ ജസ്റ്റ് വാർത്തയിൽ കണ്ടു പോകുന്നവരാണ്. പക്ഷെ നമ്മൾ ആ വാർത്തകൾ എപ്പോഴും വായിക്കും, അല്ലെങ്കിൽ ആ വാർത്തകൾ എന്താണെന്ന് അറിയും. പക്ഷെ നമ്മൾ ഇതിനെക്കുറിച്ച് ഇതിൽ കയറി എന്നുവെച്ചാൽ ചാനലിൽ കയറി റിയാക്ട് ചെയ്യുന്നവരല്ല. പക്ഷേ നിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന. അത് വിട്, നീ പറഞ്ഞതിനോട് ഞാനും ഒരിക്കലും ഇതാകുന്നില്ല, യോജിക്കുന്നില്ല. നീ പിന്നെ അത് അനലൈസ് ചെയ്യും. നീ എന്ത് അനലൈസ് ചെയ്യുന്നു? ഒരു ബസ് നീ ബസ്സിൽ കയറിയിട്ടുണ്ടാടാ പന്ന? നീ ബസ്സിൽ കയറിയിട്ടുണ്ടോ? ബസ്സിൽ അവൻ ബാഗ് തൂക്കുന്നത്, ഇവിടെ ബാഗ് കൊണ്ട് ബസ്സിൽ കയറാൻ പറ്റാത്ത അവസ്ഥ നീ ആക്കിയതാണ്. നീ പറയുമ്പോഴാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇത് ചെയ്യുന്നത്. അയ്യോ, ഒരിക്കലും ബസ്സിനകത്ത് ബാഗ് കൊണ്ട് കയറാൻ പാടില്ല, ബസ്സിനകത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ തലയിൽ വരും. ബാഗ് കൊണ്ടുവരുന്നവരെല്ലാം കള്ളന്മാരാണെന്നുള്ള രീതിയിലാണ് നീ സംസാരിക്കുന്നത്. ഒരു സ്കൂൾ കുട്ടി അല്ലെങ്കിൽ ഒരു കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് പോലും ബാഗ് ഇട്ടിട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിൻ്റെ ഈ ഒരു പ്രസ്താവന കാരണം. പിന്നെ പുള്ളിക്കാരൻ നേരത്തെയും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് നീ പറയുന്നുണ്ട്. നീ ഉറപ്പിച്ച് പറയുന്നുണ്ട് പുള്ളിക്കാരൻ ഇങ്ങനത്തെ ആളായിരിക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ, അനുഭവിച്ചവരുണ്ടെങ്കിൽ വന്ന് പറയട്ടെ, എനിക്ക് മെസ്സേജ് ഇട് എന്നൊക്കെയാണ് നീ പറയുന്നത്. നീ എന്തുവാണ്? നീ മുമ്പ് ദീപകിനെ കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ ഇതൊക്കെ വായിച്ചും കേട്ടതിൽ വെച്ചാണ് ഞാൻ പറയുന്നത്. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ ജിംഷിദ കണ്ടിട്ടുണ്ടോ? അത് നീ കണ്ടറിയണം. എൻ്റെ പൊന്നളിയ, നിൻ്റെയൊക്കെ ഈ ഓരോ പ്രസ്താവനകളായിട്ട് ഈ വെറുതെ ഇരുന്ന് തളർന്ന് കിടക്കുന്നവർ എഴുന്നേച്ച് നിന്നെയൊക്കെ കൈ വീശി അടിക്കും. അത് ഒരു വീശല്ല, 2 കറക്കം കറങ്ങി ചെവിക്കണ്ണ അടിച്ച് പൊട്ടിക്കും. ഇത് ഇനി ഈ വീഡിയോനെക്കുറിച്ച്, മീൻസ് ഈ ചെകുത്താൻ ഈ ഇട്ടിരിക്കുന്ന പ്രസ്താവനയെക്കുറിച്ച് ഈ അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്. അത് എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ, കുറച്ച് വരും.
അവരൊക്കെ എന്ന് വെച്ചാൽ ഇവർ ഈ നെഗറ്റിവിറ്റി എടാ നീ ആക്ച്വലി നീ ഇത്രയും പോസിറ്റീവ് നടക്കും, നീ നെഗറ്റിവിറ്റി കൊണ്ട് നീ കേടാൻ നിനക്കും റീച്ച് ഉണ്ടാകാൻ വേണ്ടിയാണ്. അല്ലാതെ നീ ചുമ്മാ റീച്ച് ഉണ്ടാകാതിരിക്കാനാണെങ്കിൽ നീ നേരെ ഡയറക്റ്റ് അവരുടെ അടുത്ത് പോയി സംസാരിച്ചാൽ പോരെ. എന്തിനാ നീ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്? നീ എന്തിനാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്? നീയും റീച്ചിന് വേണ്ടി തന്നെ. എൻ്റെ പൊന്നളിയെ ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞ കൂടിപ്പോയി. എനിക്ക് ഇനി ഇതിനെക്കുറിച്ച് പറയാനില്ല. ഈ ചെകുത്താനായിരുന്നാലും എന്ത് മൈരാണ്. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് എനിക്കാണെങ്കിൽ ഭ്രാന്ത് എടുക്കുക. ഞാൻ ഇനി എൻ്റെ വായിൽ നിന്ന് വേറെ പലതും വരും. അതുകൊണ്ട് ഗൈസ് വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഡയറക്റ്റായിട്ട് വന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇനി എനിക്ക് ഇതിൽ കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല. ഇവൻ്റെയൊക്കെ കാര്യം നമ്മൾ ഇപ്പോൾ സംഭവം തരുന്നത് ഈ ജയിലിൽ പോയവരും ഈ മരിച്ചവരും ഇവരെയൊക്കെ നമ്മളിപ്പോൾ മറക്കും. ഇവനൊക്കെ വീണ്ടും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പൊക്കി ഇവർക്ക് അങ്ങോട്ട് കയറണം. ഇപ്പോൾ ഈ ജിംഷിദയുടെയൊക്കെ ഈ കേസിലെന്ന് പറയുന്ന ഇപ്പോൾ നെഗറ്റീവ്, ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ഇരിക്കുമ്പോൾ അതിനെതിരെ ഒരു നെഗറ്റിവിറ്റി അടിച്ചു വിട്ട് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും നമ്മുടെ കൂടെ നമ്മളെ ഇത് കേൾക്കും, നമ്മുടെ വീഡിയോ കാണും, നമ്മളെതിരെ നമ്മൾ റിയാക്ട് ചെയ്യും. അപ്പോൾ ഇവർക്ക് റീച്ച് കിട്ടും. അല്ലാതെ ഇവർ ഓരോരുത്തർ റീച്ചിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ നീ ഇവനെ എന്തുവാ ചെയ്യുന്നത്? നിനക്കത് നേരിട്ട് പോയി പറഞ്ഞാൽ പോരെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എടാ നീ ഈ ഫോണിൽ ഇരുന്ന് അകത്തിരുന്ന് കുത്താതെ നീ ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയും ജംഷിദ കുറ്റക്കാരിയല്ല, അല്ലെങ്കിൽ കോടതി ചെന്ന് പറയും ജംഷിദ കുറ്റക്കാരിയല്ല. ഇവനെ നീ ഈ വീഡിയോ ചെയ്തപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട് IPC ഇത്ര എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. നിനക്ക് ഇതൊന്നും ചെയ്യാൻ വയ്യ. നീ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ തൊലിക്കാൻ മാത്രമേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. ശരി ഗായ്സ്, അപ്പോൾ നമുക്ക് ഇതേപോലത്തെ വിഷയത്തിൽ ഇനി നമ്മൾ വരാതിരിക്കട്ടെ. നമ്മുടേതായ കുറച്ച് കണ്ടൻറ്റും ചെറിയ കാര്യങ്ങളും ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം ചാനലിൽ. ഓക്കെ ഗായ്സ്, എല്ലാവർക്കും ഗുഡ് ബൈ.